ഹായ് ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 8085-ലെ ഇൻട്രപ്റ്റ്സിനെ പറ്റിയാണ്. 8085-ൽ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും മെയിനായിട്ട് 5 ഇൻട്രപ്റ്റുകളാണ് ഉള്ളത് എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും മെയിനായിട്ട് കേട്ടോ, വേറെ കുറച്ച് ഇൻട്രപ്റ്റ്സ് കൂടെ ഉണ്ട്. ഏറ്റവും മെയിനായി 5 ഇൻട്രപ്റ്റാണുള്ളത്. ഫസ്റ്റ് വൺ ട്രാപ്പ്, സെക്കൻഡ് വൺ RST 7.1, തേർഡ് വൺ RST 6.5, RST 5.5, INTR. ഇത് കൂടാതെ ഇൻട്രപ്റ്റ്സും ഉണ്ട്. ഈ പേരുകൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇൻട്രപ്റ്റ്സിലോട്ട് പോകാം. എന്താണ് ഒരു ഇൻട്രപ്റ്റ്? അപ്പം നമ്മളൊരു റിയൽ വേൾഡ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ഇൻട്രപ്റ്റ്സ് വരാറുണ്ട് അല്ലേ? അപ്പം ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വേറൊരാൾ എൻ്റെ റൂമിലോട്ട് വന്ന് എന്നോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അതൊരു ഇൻട്രപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു തടസ്സമാണെന്ന് നമുക്ക് പറയാം അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അവിടെ മുറിഞ്ഞിട്ട് വേറൊരാളൊരു തടസ്സമായിട്ട് അവിടെ വന്നു, അതൊരു ഇൻട്രപ്റ്റാണ് അല്ലേ? അതുപോലെ തന്നെ പ്രോസസ്സറിനും എന്ത് വരാറുണ്ട്? ഇൻട്രപ്റ്റ് വരാറുണ്ട്. നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷൻ പോലെ തന്നെ പ്രോസസ്സർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോസസ്സറിൻ്റെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ് മറ്റ് പല ആൾക്കാരും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസൊക്കെ പ്രോസസ്സ് എന്തെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രോസസ്സറിന് തരാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് പ്രോസസ്സറിലേക്ക് വന്നാൽ അത് ഇൻട്രപ്റ്റ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രപ്റ്റിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ആൻ ഇൻട്രപ്റ്റ് ഈസ് എ സിഗ്നൽ സെൻഡ് ടു ദ പ്രോസസ്സർ ദാറ്റ് ഇൻട്രപ്റ്റ്സ് ദ കറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സർ. കറൻറ്റ് എക്സിക്യൂഷൻ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന എന്തിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻട്രപ്റ്റ്സ് എന്ന് പറയും. ഇൻട്രപ്റ്റ് ഒന്നെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡിവൈസിൽ നിന്ന് വരാം, അതായത് ഹാർഡ്വെയർ പിന്നിൽ കൂടെ ഇൻട്രപ്റ്റ്സ് വരാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷൻസ് ആയിട്ടോ എന്ത് വരാം? ഇൻട്രപ്റ്റ്സ് വരാം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസിൻക്രണസ് വിത്ത് ദ സിസ്റ്റം ക്ലോക്ക്. ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഇപ്പോൾ പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മെഷീൻ സൈക്കിളിൻ്റെ പകുതിയിലാണ്, ഇൻട്രപ്റ്റ് വരുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാറില്ല. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റം ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേനും പ്രോസസ്സർ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള സിസ്റ്റത്തിന് നോക്കേണ്ട ആവശ്യമില്ലേ? അതിന് ഇമീഡിയറ്റ് ആയിട്ടൊരു അറ്റൻഷൻ വേണം. അപ്പോൾ അത് അന്നേരം പ്രോസസ്സറിനോട് പറയും, സിസ്റ്റം ഓവർ ഹീറ്റായി, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അപ്പം പ്രോസസ്സർ എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തിയിട്ട് അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ്? പ്രോസസ്സറിലോട്ട് ഒരു പ്രോസസ്സർ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിസ്റ്റം ഓവർ ഹീറ്റായി എന്നുള്ളൊരു ഇൻട്രപ്റ്റ് വന്നു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രോസസ്സർ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത്. പ്രോസസ്സർ ഇൻട്രപ്റ്റ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സർ കറൻറ്റ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രോഗ്രാം ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിക്യൂഷൻ നിർത്തിയിട്ട് ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പ്രോസസ്സർ തിരിച്ച് വന്നിട്ട് എന്താണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഇതാണ് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. വെൻ മൈക്രോ പ്രോസസ്സർ റിസീവ്സ് ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ ഫ്രം പെരിഫറൽ, മെയിൻലി ഇൻട്രപ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നാണ് വരുന്നത് കേട്ടോ, വിച്ച് ആർ റിക്വസ്റ്റിംഗ് ഇറ്റ്സ് സർവീസസ്. ഇറ്റ് സ്റ്റോപ്സ് ഇറ്റ്സ് കറൻറ്റ് എക്സിക്യൂഷൻ, stores the values which are further needed in stack, and program control is transferred to a subroutine, ISR. ISR എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നാണ് പറയുന്നത് കേട്ടോ. And after executing subroutine, control is transferred to the main program from where it has stopped. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് പ്രോസസ്സറിലോട്ട് വരുമ്പം പ്രോസസ്സർ ചെയ്യേണ്ടത്, പ്രോസസ്സർ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തി വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. 8085 ഒരു ഫംഗ്ഷനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, അതായത് സബ് റൂട്ടീൻ. ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ
പ്രോസസ്സർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ എഴുതുന്ന ഒരു ഫങ്ഷൻ പോലെയല്ല. ഇൻട്രപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ വിൽ എക്സിക്യൂട്ട് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷൻ വിച്ച് ഈസ് നോൺ ആസ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് വന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഓവർ ഹീറ്റ് ഒരു സിസ്റ്റം ആയെന്നുള്ള ഒരു ഇൻട്രപ്റ്റാണ് വന്നതെങ്കിൽ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് അടങ്ങിയ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സർ എന്ത് ചെയ്യും? അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ എന്താണോ ചെയ്തത് അതിലോട്ട് തിരിച്ചു വന്ന് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നേരത്തെ ചെയ്ത കാര്യത്തിലേക്ക് വന്ന് അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സറിൽ നേരത്തെ ചെയ്ത കാര്യം എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻട്രപ്റ്റിനെ സർവീസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പ്രോസസ്സർ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടറിലെ മറ്റ് വേണ്ട മെമ്മറിയിൽ രജിസ്റ്റേഴ്സിലൊക്കെ വാല്യൂ സ്റ്റാക്ക് ഉണ്ടെങ്കിൽ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ISR പെർഫോം ചെയ്യും. വീണ്ടും ISRൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പ്രോസസ്സർ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ കിടക്കുന്ന വാല്യൂ വീണ്ടും പോപ്പ് ചെയ്തെടുത്ത് നോർമൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 8085 ഇൻട്രപ്റ്റ് ടൈപ്സ് അല്ലെങ്കിൽ ജനറലി എല്ലാ പ്രോസസ്സറിലുള്ള ഇൻട്രപ്റ്റ് ടൈപ്പുകളെ അതൊക്കെയാണെന്ന് നോക്കാം. പല തരത്തിൽ പല ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമുക്ക് ഇൻട്രപ്റ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. സെക്കൻഡ് വൺ വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. തേർഡ് വൺ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർഡ്വെയർ ഡിവൈസസിൽ നിന്ന്, ഇൻപുട്ട് ഡിവൈസിൽ നിന്നോ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നോ വരുന്ന ഇൻട്രപ്റ്റുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ, എനിക്ക് ഐ നീഡ് അറ്റൻഷൻ ഫ്രം യു എന്ന് പറയുന്ന മെസ്സേജുകളെ നമുക്ക് എന്തായിട്ട് പറയാം? ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ 8085 പിൻ ഡയഗ്രം കണ്ടു. പിൻ ഡയഗ്രത്തിൽ ഇൻട്രപ്റ്റുകൾ പാസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് കുറേ പിൻസ് നമ്മൾ കണ്ടല്ലേ? ആ പിന്നിന് INTR, RST 5.5, 6.5, 7.5 ട്രാപ്പ് എന്ന് പറഞ്ഞ നെയിമിങ് ഞാൻ പറഞ്ഞായിരുന്നു. അതെല്ലാം എന്താണ്? 8085 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. അതായത് ഹാർഡ്വെയർ പിന്നുകളിൽ കൂടെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസ് ആണ് ഈ ഇൻട്രപ്റ്റ് ഒരു 8085 കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ INTR, RST 5.1, 5.5, RST 6.5, RST 7.5 ആൻഡ് ട്രാപ്പ്. ഇപ്പോൾ ഈ ഇൻട്രപ്റ്റുകളിലെ ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ട്രാപ്പ് ഇൻട്രപ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 7.5 പ്രയോറിറ്റി ഉള്ളൂ, പിന്നെ 6.5, പിന്നെ 5.5. ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് INTR ഇൻട്രപ്റ്റിനായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ രണ്ട് ഇൻട്രപ്റ്റ്സ് ഇപ്പോൾ ഒരുമിച്ച് വരുവാന്ന് വിചാരിക്കുക. ട്രാപ്പും RST 6.5 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ എടുത്ത് ആദ്യം ആരെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? ട്രാപ്പിനെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ട്രാപ്പിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ RST 6.5 ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഈ ഇൻട്രപ്റ്റ്സ് ഇപ്പോൾ ട്രാപ്പ് ആണെങ്കിലും RST 5.5, RST 6.5, 7.5 ഇതിലേതെങ്കിലും ഇൻട്രപ്റ്റ്സാണ് വരുന്നതെങ്കിൽ ഈ ഇൻട്രപ്റ്റുകൾ നമ്മൾ വരുമ്പം പ്രോസസ്സർ ഓട്ടോമാറ്റിക്കലി എന്ത് ഇൻട്രപ്റ്റ് വന്നാലും ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ട്രാപ്പാണ് വന്നതെങ്കിൽ ഈ 24 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള മെമ്മറി ലൊക്കേഷനിലുള്ള ISR ആയിരിക്കും പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. RST 5 വന്നാൽ 2C എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ISR ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. RST 6.5 എന്ന് പറഞ്ഞാൽ 34 മെമ്മറി ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ISR ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. 7.5 ആണെങ്കിൽ 3C. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് കാണാതെ വെക്കണം. ഓക്കെ, അപ്പം INTR ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല. INTRന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് INTR വന്നാൽ ഇന്ന ലൊക്കേഷനിലോട്ട് പോകാനായിട്ട് INTR സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഏത് വേണമെങ്കിലും ആകാം, അത് വേരി ചെയ്യും കേട്ടോ. ഇതെല്ലാം ഫിക്സഡ്, ഈ ലൊക്കേഷൻസിലോട്ട് മാത്രമേ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിലേക്ക് വരാം. അതായത് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഇൻട്രപ്റ്റ്സിനെയാണ് നമ്മളൊരു പ്രോഗ്രാമർ കൊടുക്കുന്ന ഇൻട്രപ്റ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷനായിട്ട്
interrupts, software interrupts came as an instruction. So in a program ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടായിരിക്കും വരുന്നത് 8085 അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആയിട്ട് വേണമെങ്കിൽ ഇൻട്രപ്റ്റ് വരാം. ഇനി 8085 8 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സുകളാണ് ഉള്ളത്. ഇതാണ് 8085 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. RST0 തൊട്ട് RST7 വരെയുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ ഇടയ്ക്ക് കയറ്റുവാണ്. ഇതാണ് 8085 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി RST0യുടെ പ്രത്യേകത, RST0 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു, അല്ലെങ്കിൽ ISR എവിടെ നിന്നായിരിക്കും, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എവിടെ നിന്നായിരിക്കും ചെയ്യുന്നത്, ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ 00. അതായത് ആ ഒരു 00യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ISR ആയിരിക്കും എന്താ പ്രോസസ്സർ കോൾ ചെയ്യുന്നത്. ഇനി RST1 ആണെങ്കിൽ 8, RST2 ആണെങ്കിൽ 10, RST3 ആണെങ്കിൽ 18, അങ്ങനെ 8ൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഓരോ ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കുക, ഇവിടെ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ഹെക്സാഡെസിമൽ നമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 0 കഴിഞ്ഞ് 8, 8 കഴിഞ്ഞിട്ട് പിന്നെ 10 ആണ് കാണിച്ചിരിക്കുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് കേട്ടോ. 8ൻ്റെ ഡിഫറൻസ് ഉണ്ട്, അതായത് 9 A B C അതെല്ലാം കഴിഞ്ഞിട്ടാണ് 10 വന്നിരിക്കുന്നത്. 8ൻ്റെ ഡിഫറൻസ് ഇവിടെയും ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. അങ്ങനെ 8 ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെക്റ്റേർഡും നോൺ വെക്റ്റേർഡും ഇൻട്രപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ കണ്ട ഇൻട്രപ്റ്റുകളെ തന്നെയാണ് ഇനി എല്ലാ ഡിവിഷൻസിലും പറയുന്നത് കേട്ടോ. നമ്മൾ കണ്ട ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാപ്പ്, RST 7.5, 6.5, 5.5 ആണ് INTR. അതുപോലെ തന്നെ നമ്മൾ കണ്ട 7 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഈ ഇൻട്രപ്റ്റുകളെ പറ്റി തന്നെയാണ് ഫുൾ നമ്മൾ പറയുന്നത്. അതിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അടുത്ത കാറ്റഗറൈസേഷനാണ് വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ്. അതിലെ ഫസ്റ്റ് വൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ് ആർ ദോസ് വിച്ച് ഹാവ് ഫിക്സഡ് വെക്റ്റർ അഡ്രസ്. ഒരു വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സറിന് ബൈ ഡിഫോൾട്ടായിട്ട് അറിയാം ഇന്ന ലൊക്കേഷനിൽ കിടക്കുന്ന ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനാണ് ചെയ്യേണ്ടത് എന്ന്. അതിന് ആ ഒരു ഇൻട്രപ്റ്റിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങളെ കുറേ ഇൻട്രപ്റ്റ്സ് കാണിച്ചിട്ട് കുറേ അഡ്രസ്സ് തന്നായിരുന്നു. അങ്ങനെയുള്ള ഇൻട്രപ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവോ, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഇൻട്രപ്റ്റിൽ ഏതാണ് വെക്റ്റേർഡ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അതിൽ INTR ഒഴിച്ച് ബാക്കി എല്ലാ ഇൻട്രപ്റ്റ്സുകളും വെക്റ്റേർഡ് ആണ് കേട്ടോ. അപ്പം ദാറ്റ് മീൻസ് അവയ്ക്കെല്ലാം ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അഡ്രസ്സ് പ്രീഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരിക്കലും മാറ്റം വരത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാപ്പ് RST 5.5, RST 6.5, 7.5 ഇപ്പോൾ ഓരോന്ന് എടുക്കുവാണെങ്കിൽ, ട്രാപ്പ് എടുക്കുവാണെങ്കിൽ പ്രോസസ്സറിന് അറിയാം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, 24ലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ RST 5.5 എടുത്ത പ്രോസസ്സറിന് അറിയാം 2Cയിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ RST 6.5 എടുത്താൽ അങ്ങനെ ആ ലൊക്കേഷൻസ് അറിയാം. അപ്പോൾ ഇത് വെക്റ്റേർഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സും കൂടി ആയതുകൊണ്ടാണ് വെക്റ്റേർഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് വന്നാലോ, RST 0 ആണെങ്കിൽ ഇന്ന ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാം. 2 ആണെങ്കിൽ 7 ആണെങ്കിൽ ഏതും പ്രീഡിഫൈൻഡ് ലൊക്കേഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഇൻട്രപ്റ്റുകളെയാണ് നമ്മൾ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും നേരം നമ്മുടെ കണ്ടതിൽ ഒരേ ഒരു ആൾ മാത്രമേ വരാത്തതുള്ളൂ, INTR. അപ്പം INTR എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏക നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ഇൻ 8085. ഇപ്പം നോൺ വെക്റ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ് ആർ ദോസ് വിത്ത് നോ വെക്റ്റർ അഡ്രസ് പ്രീഡിഫൈൻഡ്. അഡ്രസ്സ് പ്രീഡിഫൈൻഡ് ആയിട്ടില്ല. അതായത് INTR സിഗ്നൽ പാസ് ചെയ്യുന്നൊരു പിന്നിൽ കൂടെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഇൻട്രപ്റ്റ് കൊടുത്തു. അപ്പോൾ INTR ഇൻട്രപ്റ്റ് പ്രോസസ്സറിന് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ നോക്കും, ഓക്കെ INTR ഇൻട്രപ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സറിന് പ്രത്യേകിച്ച് ഏത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനാണ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ പോയിട്ടാണ് ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് പ്രോസസ്സറിന് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി INTR ഇൻട്രപ്റ്റ് ഏത് ഡിവൈസാണോ കൊടുക്കുന്നത് ആ ഡിവൈസിലോട്ട് പ്രോസസ്സറോട് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ പാസ് ചെയ്യും. ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് INTA ബാർ സിഗ്നൽ പാസ് ചെയ്യും. അപ്പോൾ അത് ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് കൊടുത്തത് ആ ഡിവൈസിലോട്ടായിരിക്കും അത് പാസ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിയുമ്പം ആ ഡിവൈസിന് മനസ്സിലാകും, ഓക്കെ പ്രോസസ്സറിന് എൻ്റെ INTR ഇൻട്രപ്റ്റ് കിട്ടിയിട്ടുണ്ട്
എന്നുള്ള അക്നോളജ്മെൻറ്റ് പ്രോസസ്സർ തന്നു. ഇനി ഞാൻ കൊടുക്കേണ്ടത് ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിവൈസിന് മനസ്സിലാകും. ഡിവൈസ് അങ്ങനെ അഡ്രസ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈസ് അങ്ങനെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ട സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. RST0 കൊടുക്കാം, RST1 അങ്ങനെ 7 വരെയുള്ള ഏതെങ്കിലും ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും പ്രോസസ്സറിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സബ് റൂട്ടീൻ ചെയ്യാനായിരിക്കും പ്രോസസ്സറിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ INTR ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ആൻ അക്നോളജ്മെൻ്റ് എന്നും കൂടെ ഓർത്ത് വയ്ക്കുക, INTA ബാർ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊരു റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളോട് അമ്മ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, നിൻ്റെ അനിയത്തി താഴെ വീണ് കാല് പൊട്ടി, ഓടി വാന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓടി നിങ്ങൾ പോകും അല്ലേ? ഇറ്റ് ഈസ് എ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. അതൊരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു, ഒരാൾ വിളിച്ചു, ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആ സെക്കൻഡ് നിർത്തിയിട്ട് നമ്മൾ പോകേണ്ടി വരിക. അത് ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അനിയത്തി വീണ് കാല് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മൾ അന്നേരം ഓടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. അതാണ് ഒരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ അമ്മ വിളിച്ചു, ഫുഡ് റെഡി ആയിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നമ്മളോട് പറയുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കവിടെ ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തീർത്തിട്ട് അമ്മയോട് പറയാം, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറയാം. അപ്പോൾ ആ തരത്തിലുള്ള ഇൻട്രപ്റ്റ് എന്ന് പറയുന്നൊരു മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഡിലേ ചെയ്യിക്കാം. അപ്പോൾ ആ പ്രോസസ്സറിൽ ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. 2 തരത്തിൽ ഇൻട്രപ്റ്റ്സ് വരാം, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. ഇനി പ്രോസസ്സറിന് ഒരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റേ ആകെയുള്ളൂ, ട്രാപ്പാണ് പ്രോസസ്സറിലെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. അതായത് ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ, ട്രാപ്പിലൊരു സിഗ്നൽ, ട്രാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇൻട്രപ്റ്റ് വരാനുള്ള പിന്നിൽ കൂടെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ എന്താണോ ചെയ്യുന്നത് അത് അവിടെ വെച്ചിട്ട് പ്രോസസ്സർ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ ട്രാപ്പിന് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ബാക്കി ഇൻട്രപ്റ്റ്സ് അത് INTR ആയിക്കോട്ടെ, RST 7.5 ആയിട്ട് 6.5 ആയിക്കോട്ടെ, RST 5.5, അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ് കേട്ടോ. പ്രോസസ്സറിന് അതിൻ്റെ എക്സിക്യൂഷൻ ഡിലേ ചെയ്യിപ്പിക്കാം. പ്രോസസ്സറിന് പറയാം, വെയിറ്റ് ചെയ്യുക, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് പ്രോസസ്സറിന് പറയാം. അങ്ങനെയുള്ള ഇൻട്രപ്റ്റ്സിനെയാണ് നമ്മൾ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഈ ഒരു 5 ഇൻട്രപ്റ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കേട്ടോ മാസ്കബിൾ നോൺ മാസ്കബിൾ വരുന്നത്. മറ്റേത് പ്രോഗ്രാമിൽ ഇൻസേർട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ആ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് കോൾ ആയി പോകും. അപ്പോൾ അവിടെ മാസ്കബിൾ നോൺ മാസ്കബിൾ എന്നുള്ള ഒരു ഡിവിഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻട്രപ്റ്റ്സിനെ പറ്റിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. നമ്മളൊരു പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാമിന് വേണമെങ്കിൽ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്തോ ഡിസേബിൾ ചെയ്യിപ്പിച്ചോ ഇടാം. അത് EI സിഗ്നൽ വെച്ചിട്ട് എനേബിൾ ഇൻട്രപ്റ്റാണ് EI സിഗ്നൽ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രോസസ്സറിനൊരു എനേബിൾ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. എനേബിൾ അല്ല, ഇൻട്രപ്റ്റിനെ ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് DI ഇൻസ്ട്രക്ഷൻ. 8085 ഒരു DI ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻട്രപ്റ്റ് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇൻട്രപ്റ്റ് ട്രാപ്പ് ഒഴിച്ച് ഏത് ഇൻട്രപ്റ്റ് വന്നാലും 8085 അത് ഇൻട്രപ്റ്റിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നമ്മുടെ പ്രോഗ്രാമേ ചെയ്യത്തുള്ളൂ. ട്രാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അതൊരിക്കലും നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് എവർ ഹാപ്പൻസ് ട്രാപ്പിലുള്ളത് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എക്സിക്യൂഷനൊന്നും അല്ലേ. അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻട്രപ്റ്റിനെ നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കാം യൂസിങ് EI ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇൻട്രപ്റ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഇൻട്രപ്റ്റ്സും, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഒഴിച്ച് ട്രാപ്പ്, RST
7.5, 6.5, 5.5 INTR എഴുതുക. ഇത് ഓരോന്നിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, അത് വെക്റ്റേർഡ് ആണ്. ഇപ്പോൾ ട്രാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ വെക്റ്റേർഡ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ് അല്ലേ. ഇനി 7.5 ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ വെക്റ്റേർഡ് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. 6.5 അതും ഒരു ഹാർഡ്വെയർ വെക്റ്റേർഡ് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ഇതുപോലെ തന്നെ 6.5 ഹാർഡ്വെയർ വെക്റ്റേർഡ് മാസ്കബിൾ ആണ്. 5.5 ഹാർഡ്വെയർ വെക്റ്റേർഡ് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അതൊരു ടാബുലർ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻട്രപ്റ്റിൻ്റെ പോർഷൻ പഠിക്കാൻ പറ്റും. പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. RST0 തൊട്ട് RST7 വരെയുള്ളത് അതൊരു സോഫ്റ്റ്വെയർ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സുകളാണ് ഓരോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. താങ്ക് യു.